വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളിൽ നിന്നും സ്ഥാനാർത്ഥികൾ ഉണ്ടായേക്കാമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവറലി ശബ്ദങ്ങൾ. പ്രവാസികളോട് ലീഗിന് നീതി പുലർത്താനായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പ്രവാസികളോട് ലീഗ് എക്കാലവും നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ബൈത്തുറഹ്മ CH സെന്റർ പോലുള്ള പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് പ്രവാസികളാണ്. പ്രവാസികൾക്കുള്ള അംഗീകാരങ്ങൾ പാർട്ടി നേരത്തെയും നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുമ്പോൾ പ്രവാസികളിൽ നിന്നും സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നും മുനവറലി തങ്ങൾ മീഡിയ വൺ സ്റ്റോറിയിൽ പറഞ്ഞു. പ്രവാസികളോട് മുസ്ലിം ലീഗിൻ്റെ KMCC ഘടകങ്ങളോടൊക്കെ ലീഗ് നീതി ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ മറുപടി? ഇല്ല, പ്രവാസികളുടെ എല്ലാ കാര്യത്തിലും നമ്മൾ നീതി പുലർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബൈത്തുറഹ്മ പദ്ധതികൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുള്ളതൊക്കെ പ്രവാസികളായിരിക്കണം. എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് വീടില്ലാതെ ഞങ്ങളുടെ പിതാവിൻ്റെ പേരിൽ നമ്മുടെ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഓരോ പഞ്ചായത്തിലോ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇന്ന് എത്ര വീടുകളുണ്ടെന്ന് പോലും കണ്ടാൻ സാധിച്ചില്ല. 10,000 കണക്കിന് വീടുകൾ ഇപ്പോൾ ആയിട്ടുണ്ടാവും. അപ്പോൾ CH സെൻ്ററുകൾ നടത്തിയിട്ടുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ആതുര രംഗത്ത്. അപ്പോൾ ഇതൊക്കെ ചാലകശക്തിയായി പ്രവർത്തിച്ചിട്ടുള്ളത് തീർച്ചയായും പ്രവാസികൾ തന്നെയാണ്. പ്രവാസികൾക്കുള്ള അംഗീകാരങ്ങൾ പാർട്ടി നേരത്തെ കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും തന്നെയാണ് പാർട്ടി തീരുമാനിക്കുക. ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലും അതുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റും. നമുക്ക് പ്രതീക്ഷിക്കാം. അതൊക്കെ ഒരു പാർട്ടി അതിനുള്ള തീരുമാനങ്ങളും ഒക്കെ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ അതൊരു അഡ്വാൻറ്റേജായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ്. പാർട്ടി എല്ലാ എലമെൻറ്റിനെയും പാർട്ടി അംഗീകരിക്കുന്നതാണ്. നേരത്തെ KMCC നേതാക്കളെ പാർട്ടി അംഗീകാരം കൊടുത്തിട്ടുണ്ട്, അവരെ പരിഗണിച്ചിട്ടുണ്ട്.